make 2026 your year part 4 and this was the final part. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോബീസ്. ഓക്കെ, അപ്പോൾ വി ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ടൊന്നും ചേഞ്ച് ചെയ്യാനല്ല, ചെറുതായിട്ട് ചെറിയ കുഞ്ഞു ഹോബീസ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് നമുക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തൊരു ചേഞ്ച് വരും. 2026 അല്ലേ, അപ്പോൾ 2026 നമുക്ക് ചെറിയൊരു ചേഞ്ച് ഒക്കെ വേണ്ടേ, അതുകൊണ്ട് അപ്പോൾ എന്തായാലും 2026 വരുത്താൻ പോകുന്ന ഫസ്റ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് റൂട്ടീൻ. എന്താണെന്ന് വെച്ചാൽ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സ്കൂളുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അയ്യോ എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യേ എന്ന് പറഞ്ഞാണ് മിക്ക ഒരു സ്കൂൾ സ്റ്റുഡൻസും എഴുന്നേൽക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒത്തിരി വലുതായിട്ടൊന്നും നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ചെറിയൊരു മാറ്റം അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മറ്റേ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പൊസിഷനിൽ ഇരുന്നിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ 5 ടൈംസും ബ്രീത്ത് ഔട്ട് 5 ടൈംസ്, ഇത് ഒരു 10 തവണ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു 10 തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡേയിലോട്ടുള്ള ഒരു നമ്മൾ മടി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എനർജി കിട്ടും. എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ബെഡ് ക്ലീൻ ചെയ്തില്ല എന്ന് വിചാരിക്കും. നമ്മൾ പള്ളിയൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നോക്കുമ്പം ബെഡൊക്കെ ഒരുമാതിരി പുതപ്പൊക്കെ ചുട്ടി ചുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ എനിക്ക് ഉറക്കമന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അയ്യോ ഉറക്കമന്നെ എന്നുള്ള രീതിയിലായിപ്പോൾ അതിനൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് ഒരു എനർജി കിട്ടും. അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ ബെഡ് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എനർജി ഉണ്ടാവും. അടുത്തത് നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവും. പിന്നെ അടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് റൂട്ടീൻ. നൈറ്റ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡേ എൻഡ് ചെയ്യാൻ പോകാം. എൻഡ് ചെയ്യാൻ നേരത്ത് കിടക്കണേക്ക് മുമ്പ് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ഒരിതാവും. അപ്പം അതിന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലുള്ള ഒരു ബുക്ക് മേടിച്ചിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഡയറി എഴുതുക. അപ്പം നമ്മൾ കിടക്കാൻ പോണേക്ക് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഫോൺ നിർത്തി വയ്ക്കാൻ നോക്കുക. അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഫോൺ കാണല് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. കുറയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ ശ്രമിച്ചാലെല്ലാം നടക്കുള്ളൂ, അതുകൊണ്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനായിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു മേക്കപ്പ് ചെയ്യണം വിചാരിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഇരുന്ന് നമ്മൾ ഫോൺ നോക്കുന്ന ടൈമിൽ ഫോൺ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ എന്താണ് നമുക്കിപ്പം 2026 ഭയങ്കര നമ്മുടെ ഇയർ ആക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ഫോൺ കണ്ടു ഒരു കാര്യമില്ല. കണ്ടെത്താൻ 26 വന്നിട്ട് നമ്മുടെ ഇയറാന്ന് പറയുമല്ലോ ഒരിക്കലും അല്ലേ. അപ്പം അതുകൊണ്ട് ഫോൺ കാണിച്ച മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ കാണുന്നത് തന്നെയാണെങ്കിൽ ഫോൺ കാണുമ്പോൾ ഇപ്പോൾ വെറുതെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണ്, അപ്പോൾ എനിക്കിപ്പോൾ ഒരു എന്താണ് സിൽവർ പ്ലേ ബട്ടൺ അല്ലെങ്കിൽ ഗോൾഡൻ പ്ലേ ബട്ടൺ വാങ്ങണമെന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എന്താണ് ഒരു വീഡിയോസ് ഉണ്ടാവില്ല യൂട്യൂബിൽ, ഇഷ്ടംമാതിരി വീഡിയോസ് ഉണ്ടാവും, അതൊക്കെ കാണാം. പിന്നെ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് മുടി കെട്ടണം, നല്ല ഹെയർ സ്റ്റൈൽ വേണം, എങ്ങനെ മുടി കെട്ടണം അല്ലെങ്കിൽ മുടി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. ഹെൽത്ത് നോക്കണം, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള എങ്ങനെ ഫുഡ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും യൂട്യൂബിൽ തന്നെയാണ് എന്ത് ഉണ്ടാക്കണമെങ്കിൽ നോക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ മൈൻഡിൽ കുറച്ചും കൂടി എന്താണ് അതൊക്കെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് പറ്റിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം. പിന്നെ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് കിടക്കണേക്ക് മുമ്പ് ഫോൺ കാണിച്ച് കുറച്ചിട്ട് ബുക്ക് വായിക്കാൻ നോക്കുക, ഡയറി എഴുതാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോവുക, എനിത്തിങ് യു ക്യാൻ ഡു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. 15 മിനിറ്റ് മുമ്പെങ്കിലും ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, ഫോൺ നമ്മളല്ലേ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുഡ് ആയിരിക്കും. പിന്നെ നമുക്ക് രാവിലെ എന്താണ് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യാം. ഒരു ഡേ തുടങ്ങുമ്പോൾ ഒരു ഡേ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ നല്ലതായിരിക്കും ഇതൊക്കെ ഇതിലേക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലോട്ട് കിടക്കാം. സെക്കൻഡ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്താണ്. നമുക്കിപ്പോൾ ഹെൽത്ത് എന്താണ് നമ്മുടെ ബോഡി ഹെൽത്തൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക ഒരു 3 സിമ്പിൾ ടോപ്പിക്സ്. 3 ഭയങ്കര സിമ്പിളാണ്, നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഫസ്റ്റ് വൺ, എപ്പോഴും വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചുള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതൊക്കെ വെള്ളം കുടിച്ചുള്ള ഗുണം അറിയോ? ഞാൻ വെള്ളം കുടിച്ചുള്ള ഗുണം എന്തൊക്കെയാണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കണ്ടു. ഇത്ര ഗുണം വെള്ളം കുടിച്ചാൽ. അപ്പം ഇതുപോലത്തെ ഉള്ള ബോട്ടിൽസ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് വെള്ളം കുടിക്കാൻ കുറച്ചും കൂടി മോട്ടിവേഷൻ കൂടും. ഓക്കെ, അപ്പം അങ്ങനെ മേടിക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, സ്ലീപ്പ്, ഉറക്കം. നമുക്ക് നന്നായിട്ട് വേണം. ഉറക്കം കിട്ടിയില്ലെങ്കിൽ മര്യാദക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഞാനൊക്കെ നാഗവല്ലിയാവും. അതുകൊണ്ട് മാക്സിമം ഒരു 6 to 8 അവർ 6 to 8 അവറെങ്കിലും ഉറങ്ങണം. അതാണ് നമ്മുടെ എന്താണ് ഹെൽത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഹെൽത്തൊക്കെ ഭയങ്കര ഡൗൺ ആയി പോകും. നമ്മൾ നല്ലൊരു ഹെൽത്തി ബോഡിയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആയിരിക്കും ഞാൻ പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു ഹെൽത്തി ഒരു ഇത് കിട്ടും. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം നല്ലൊരു ഹെൽത്തി ഒരു ബോഡി അല്ലെങ്കിൽ ഹെൽത്തി ഒരു ലുക്ക് നമുക്ക് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം,
ഉറക്കം. ഇത് രണ്ടും മെയിനാണ്. ഇനി അടുത്തതാണ് ഫുഡ്. ഫുഡ് നന്നായിട്ട് ഹെൽത്തി ഫുഡ്സ്. ഓക്കെ, ഹെൽത്തി ഫുഡ്സ് മാക്സിമം കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ജങ്ക് ഫുഡ്സ് ഒത്തിരി കഴിക്കാണ്ട് ഇപ്പം എന്താണ് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി കഴിക്കാൻ നോക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കാണ്ട് എന്താണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുക, നല്ല കാൽഷ്യം ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. അങ്ങനെ കുറച്ച് എന്താണ് നമ്മുടെ ഹെൽത്തിനെ ബാധിച്ച് കുറേ ഇതുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റേ ഞാൻ എന്താണ് ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തന്നെ കുറേ വീഡിയോസ് ഉണ്ടാവും ഹെൽത്തിനെ പറ്റിയിട്ട്, ഹെൽത്തി ഫുഡ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ നോക്കുക. പിന്നെ എന്താ ഇപ്പം നമുക്ക് എന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്ക്ലി ഒരു തവണ ഒരു ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ കഴിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ 3 ടോപ്പിക്സ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്താണ് വാട്ടർ, സ്ലീപ്പ്, ഹെൽത്തി ഫുഡ്സ്. ഇത് 3 ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 3 പോയിന്റ്സ് ഇത് ഫസ്റ്റ്, ഇത് ബേസിക് ആണ്. ഹെൽത്തി ആയിട്ടിരിക്കണം ബേസിക്. ഇത് തന്നെയാണ് ബേസിക്കും, ഇത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബോഡി അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല ഫിറ്റ് ബോഡിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ പോയി വീട്ടിൽ തന്നെ ഇപ്പോൾ കുറേ ആപ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കാൻ പറ്റിയ ഒരുപാട് ആപ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതുപോലെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വർക്കൗട്ട് ആപ്സ് അല്ലെങ്കിൽ വർക്കൗട്ട്സ് എന്തെങ്കിലും ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈൽ, ലുക്ക് ആൻഡ് സ്പീക്ക്. ഇത് 3ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഇത് 3 അടങ്ങിയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ചെന്നിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഭയങ്കര ബാഡ് ബിഹേവിയർ ആണെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഇതായിട്ട് ചെന്നിട്ട് ഭയങ്കര ലുക്ക് അത്യാവശ്യം അത്ര കൂടുതലാത്തൊരു ലുക്ക് ആണെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് വേറെ ബിഹേവിയർ ആണെങ്കിലും അവർക്കൊരു ഇത് തോന്നും. ഈ രണ്ട് കാര്യങ്ങളിലും അവർക്ക് നമ്മളോടുള്ളൊരു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത് ഇച്ചിരി ബാഡായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് രണ്ടും വേണം. നല്ല സ്റ്റൈലായിരിക്കണം. നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് നമ്മളൊരു റിച്ച് ലുക്ക് ഉണ്ടെന്ന് തോന്നണം. സ്റ്റൈലായിരിക്കണം, നല്ല ലുക്കായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വെൽ സ്പീക്കിംഗ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ വർത്തമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നിട്ട് നല്ല ഒരു മാന്യതയോടെ സംസാരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നടന്ന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ ഒരു വാക്കിംഗ് രീതി, ആ ഒരു നടക്കുന്ന രീതി മീൻസ് ഒരു നല്ലൊരു പേഴ്സണായിട്ട് നമുക്ക് തോന്നണം. അല്ലാണ്ട് മറ്റേ ഗുണ്ടർപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് അവർക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനൊരു ലുക്ക്, അങ്ങനെ ഒരു നോട്ടായിരിക്കും അവർ നമ്മൾ നന്നായിട്ട്. പിന്നെ നന്നായിട്ട് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഇംഗ്ലീഷ് കുഞ്ഞു വാക്ക് ഇപ്പം ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയും ഒബ്വിയസ്ലി, റിയലി, അങ്ങനെ മോസ്റ്റ്ലി ലൈക്ക് ദാറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് വേർഡ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന കുഞ്ഞു വെച്ചിട്ട് നമ്മൾ മലയാളം ടോക്കിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നും. പിന്നെ സ്റ്റൈലും ലുക്കും രണ്ടും ഏകദേശം ഒന്നാണ്. എന്നാലും നമ്മൾ കാണുമ്പോൾ അവർക്കൊരു നല്ല റിച്ച് ലുക്ക് കിട്ടണം. നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം എനിക്കിപ്പോൾ ഈ ഒരു ടോപ്പും ഒരു പാൻറ്റും ആണ് ഉള്ളതെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതിട്ടിട്ട് നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ജ്വല്ലറീസ്, ഇപ്പോൾ ഡ്രസ്സ് കുറവാണെങ്കിലും മാക്സിമം ജ്വല്ലറീസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ നോക്കും. അപ്പം ഈ കമ്മൽ ഊരി കഴിഞ്ഞാൽ എൻ്റെ കുഴന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പോലെ. അപ്പം ഒരു കമ്മലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് അത്രയും മാറിക്കും. എനിക്കൊരു മാല, ഇപ്പോൾ കമ്മലില്ല നമുക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് മാറും. അപ്പം പാൻറ്റ് ഒക്കെ ഇടുമ്പോൾ നല്ല സ്റ്റൈലുള്ള പാൻറ്റ് വാങ്ങിക്കും. ബാഗി ജീൻസ് അല്ലെങ്കിൽ ബൂട്ട് കട്ട് അങ്ങനെയുള്ള കുറേ പാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പാൻസ് ഒക്കെ ഇടുമ്പോഴാണെങ്കിലും നമുക്കിപ്പം നല്ലൊരു ലുക്ക് തോന്നും. അപ്പോൾ നമുക്ക് അവരോട് ആദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അതുപോലെ തന്നെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. അപ്പം ഉള്ള ലുക്ക് വെച്ച് തന്നെ മാക്സിമം നമ്മളത് നന്നായിട്ട് ഉള്ള ലുക്ക് തന്നെ ഒരു റിച്ച് ലുക്കിലോട്ടാക്കി മാറ്റും. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ സ്റ്റൈൽ എൻ്റെ കാര്യത്തിനാണെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ഉണ്ടാവും. വീഡിയോസും ഇല്ലായത് കുറവാണ്, എല്ലാം മിക്കതിലുണ്ടാവും. ഇപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജെമിനായി, ChatGPT, പെർപ്ലക്സിറ്റി അങ്ങനെ കുറേ ആപ്സ് ഉണ്ടല്ലോ. അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഹൗ ടു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു രീതി പറഞ്ഞു തരും നമുക്ക്. അപ്പം മാക്സിമം നല്ല റിച്ച് ലുക്ക് ആയിട്ടിരിക്കാൻ നോക്കുക. റിച്ച് ലുക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സോ ഷൂസോ ബാഗോ അല്ലെങ്കിൽ ടോപ്പോ പാൻറ്റോ ജ്വല്ലറീസോ ഒന്നും മേടിക്കാനാണ് ഞാൻ പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അത് കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യുക. ഫൈനൽ ടോപ്പിക് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ മനസ്സിലും ഒരു നെഗറ്റീവ് ഒരു സെൽഫ് ടോക്ക് ഉണ്ടാവും. ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും, അയ്യോ ഞാൻ അങ്ങനെ, ഇപ്പം ഞാൻ കാണാൻ കൊള്ളൂല, അയ്യോ അങ്ങനെയാണ്, അയ്യോ എനിക്ക് അത്ര ഡ്രസ്സില്ല, അയ്യോ എനിക്ക് അങ്ങനെയാണ്, അയ്യോ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും. സ്റ്റോപ്പ് ദാറ്റ് ഫസ്റ്റ്. അത് ആദ്യം നിർത്തിയിട്ട് നമ്മൾ സെൽഫ് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കാണ് ഒരു എലഗൻറ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുന്നതും കോൺഫിഡൻ്റ് അല്ലാണ്ട് നടക്കുന്നതും അത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്നുള്ള
ഒരു കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ തകർക്കുകയാണ്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എന്താണ് ഇപ്പം മനസ്സിലുള്ള ഇതൊക്കെ മാറ്റാൻ നോക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഇതുപോലത്തെ ചിന്ത മാറ്റാണ്ടല്ലോ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നന്നായിട്ട് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇതുപോലത്തുള്ള തെറ്റിദ്ധാരണയുള്ള കുറേ ഇതുപോലെ ഉണ്ട്. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കുറേ എന്താണ് കുറേ മൈൻഡ് സെറ്റ് മൈൻഡ് ഒരു ഇതായിട്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ മാറ്റി പാസ്റ്റ് ഇസ് പാസ്റ്റ്. അങ്ങനെ പറഞ്ഞാലും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്നാലും പാസ്റ്റ് കഴിഞ്ഞു പോയി. നമുക്കിനി അത് വീണ്ടും പോയി ഈ ഡ്രാമയിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്കത് ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും പോയി തിരുത്താൻ പറ്റില്ലല്ലോ. റിയാലിറ്റിയാണ്. അപ്പം അതുകൊണ്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ് അതങ്ങോട്ട് വിട്ടുകളഞ്ഞിട്ട് ഇനി ഫ്യൂച്ചറിനോട്ടുള്ള കാര്യങ്ങൾ നോക്ക്. ഇപ്പം ചെയ്യണത് ഇപ്പം ഇനി തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളത് ക്ലിയർ ആക്കാൻ നോക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് തോന്നണയാണ് നിങ്ങൾക്കിപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക. ഇത് ഞാൻ ചെയ്തത് ശരിയാണോ അതോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? അങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കും എന്താണത് എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്കൊരു ഉത്തരം കിട്ടും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മെയ് 2026 ഇയറിൻ്റെ എല്ലാ പാട്ടും ഇവിടെ കഴിഞ്ഞു. ലാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ലാസ്റ്റ് പാട്ട് ഇതായിരുന്നു. അപ്പം എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഇയർ ആവട്ടെ. അപ്പോൾ എന്തായാലും നേരത്തെ കഴിഞ്ഞ പാർട്സിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു. വീഡിയോസായിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും അടുത്ത വീഡിയോസ്. അപ്പം എന്തായാലും എല്ലാവരെയും ഗോൾസൊക്കെ അച്ചീവ് ചെയ്യട്ടെ. ഈ ഒരു ഇയർ ബെസ്റ്റ് ഇയർ ആവട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശരി, ബൈ.